നീ കൂടുതൽ വിശദീകരിച്ച് മാറാൻ നിൽക്കണ്ട. தீபாவளி டைம் எங்க வீட்டுல சார் தீபாவளி வீட்டுக்கு போனோம், சென்னை போனோம். ജയറാം ഇത്ര വൃത്തികെട്ടവനായിരുന്നു? ജയറാമിൻ്റെ പൊയ്മുഖം ഇപ്പോൾ അടർന്നു വീണുകൊണ്ടിരിക്കുകയാണ്. പൊയ്മുഖം എന്ന് പറയുന്നത് നടന രാജാവ് എന്നുള്ള ആ ഇത് അല്ലേ, ഈ 1987 കാലഘട്ടത്തിൽ മുതലേ സിനിമാ മേഖലയിലേക്ക് കടന്നു വന്ന ആളാണ് ജയറാം. ജയറാമിൻ്റെ ആ അഭിനയം, സിനിമയിലുള്ള അതേ അഭിനയവും ടി വിക്കാരും അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുമ്പിലും അങ്ങ് അഴിഞ്ഞാടുകയാണ്. അല്ലെങ്കിൽ വിനയം കൊണ്ട് അങ്ങ് അങ്ങനെ തൊഴുത്, ഇങ്ങനെ നമ്മൾ അമ്പലത്തിൽ പോയോ പള്ളിയിൽ പോയോ നിൽക്കുന്നത് പോലെ ഇങ്ങനെ തൊഴുത് നിൽക്കുന്ന ഒരു ഭാവം, വിശ്വഭാവം. കാരണം അങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ഒരു കാഴ്ച മുഴുവനുമായിട്ടും നമ്മൾ ജയറാമിനെതിരായിട്ട് ഉയർന്നു വന്ന മെയിൻ പ്രശ്നങ്ങൾ 2020 എന്ന് പറയുന്ന ഒരു ബ്രഹ്മാണ്ഡ ചിത്രം, നമ്മളെല്ലാവർക്കും അറിയാം 2020യെ പറ്റി. ആ ബ്രഹ്മാണ്ഡ ചിത്രത്തിൻ്റെ അതിൻ്റെ മെയിൻ ഒരു 5 സിനിമാ നടന്മാർ നിൽക്കുന്ന പോസ്റ്ററിൽ ജയറാമിൻ്റെ ഫേസ് ഇല്ല, ജയറാമിൻ്റെ ഇതില്ല. എന്തുകൊണ്ടാണ് അന്ന് സംഭവിച്ചതിനെ പറ്റി തമിഴ്നാട്ടിൽ നടന്ന ഈയിടയ്ക്ക് ജയറാമിൻ്റെ പുതിയതായിട്ട് പുറത്തിറങ്ങിയ ഒരു സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു ഇൻ്റർവ്യൂ നടത്തുകയുണ്ടായി. ആ ഇൻ്റർവ്യൂ ഞാനിതിൽ കാണിക്കാം. ആ ഇൻ്റർവ്യൂവിൽ ആണ് സംഭവം, നമുക്ക് നോക്കാം. ജയറാം പറയുന്ന ഒരു വിവാദം, അതായത് വിവാദമാകാനുണ്ടായ കാരണം, ആ സിനിമയിൽ തൻ്റെ മുഖം വരാൻ ഇല്ലാത്ത ഒരു കാരണം എന്താ പറഞ്ഞാൽ ദീപാവലിയാണ്. തമിഴ്നാട്ടിലെ പ്രേക്ഷകർക്ക് വേണ്ടി ഇൻ്റർവ്യൂ നടക്കുന്ന ഒരു ചാനലിൽ പോയി ആ ചാനലിൽ ഇൻ്റർവ്യൂവിൽ ജയറാം പറയുന്നൊരു ഒരു അല്ലെങ്കിൽ ഒരു വാദമാണ്. ഇങ്ങനെയാണ് പറയുന്നത്, ദീപാവലി ആയതുകൊണ്ട് ഞാൻ അതിൽ പോയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാലോചിച്ച് നോക്കി, ദീപാവലി ആയതുകൊണ്ട് ഞാൻ പോയില്ല. നമുക്ക് ആ വിഷയം ഒന്ന് കാണാം. നീ കൂടുതൽ വിശദീകരിച്ച് മാറാൻ നിൽക്കണ്ട. தீபாவளி டைம் எங்க வீட்டுல சார் தீபாவளி வீட்டுக்கு போனோம், சென்னை போனோம். നീ കൂടുതൽ വിശദീകരിച്ച് മാറാൻ നിൽക്കണ്ട. தீபாவளி டைம் எங்க வீட்டுல சார் தீபாவளി வீட்டுக்கு போனோம், சென்னை போனோம். ഇത് എങ്ങനെയാണ് വിവാദമാകുന്നതെന്ന് പലർക്കും ഒരു ആശ്ചര്യം ഉണ്ടാവും. കാരണം ആ കാലഘട്ടം, അതായത് കുറച്ച് കാലം പുറകോട്ടേക്ക് പോകണം. ആ പുറകോട്ട് 2020യുടെ കാലഘട്ടത്തിൽ ജയറാമിനോട് പഴയ അന്നത്തെ മാധ്യമപ്രവർത്തകർ ചോദിക്കുകയാണ്, താങ്കൾ 2020 ഷൂട്ട് ചെയ്ത സമയത്ത് ആ ട്രെയിലറിൽ പുള്ളിയുടെ പടം ഇല്ലായിരുന്നല്ലോ, അന്ന് ഷൂട്ട് ചെയ്തപ്പോൾ എവിടെയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ശബരിമലയിൽ തൊഴാൻ പോയി, മലയ്ക്ക് പോയി, അതുകൊണ്ടാണ് വരാൻ സാധിക്കാതിരുന്നെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിൻ്റെ വൈരുദ്ധ്യം എന്ന് പറയുന്നത് 2 സ്ഥലത്ത് പറഞ്ഞ കാര്യങ്ങൾ. ഇപ്പം പഴയ ഒരു കാലഘട്ടത്തിൽ ആ സിനിമയെക്കുറിച്ച് 2020യെക്കുറിച്ച് പറഞ്ഞത് ശബരിമലയ്ക്ക് പോയിരുന്നു. തമിഴ്നാട്ടിൽ ഒരു 90% ഹൈന്ദവരുള്ള തമിഴ്നാട്ടിലെത്തിയപ്പോൾ, തമിഴ്നാട്ടിലെ തൻ്റെ സിനിമയുടെ പ്രൊമോഷൻ ചെയ്തപ്പോൾ അവിടെയുള്ള ആളുകളെ കയ്യിലെടുക്കാൻ വേണ്ടി എന്താ പറയേണ്ടത്, ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ് അദ്ദേഹം പ്രയോഗിച്ചത്. ദീപാവലി ആയതുകൊണ്ട് എനിക്ക് പങ്കെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഡയറക്ടർ ചോദിച്ചെന്നാണ് പറയുന്നത്, നിങ്ങൾക്ക് സിനിമയാണോ പ്രധാനം ദീപാവലിയാണോ എന്തല്ലേ? തൂറി മെഴുകി മേഞ്ഞ്, അല്ലെങ്കിൽ അഭിനയ കുലപതിയുടെ അഭിനയം എന്ന് പറഞ്ഞ അതേ ഭാവം തന്നെയാണ് സിനിമയിലും മാധ്യമങ്ങളുടെ മുമ്പിലും ജയറാം വന്ന് പ്രകടിപ്പിക്കുന്നത് മെഴുകുകയാണെന്ന് പറഞ്ഞാൽ വിനയം കൊണ്ട് ഒരു സദൃശ്യം, ഇങ്ങനെ ശരീരമൊക്കെ ജയറാമിൻ്റെ പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ ഭക്തിയെയും വിശ്വാസത്തെയും കുറ്റം പറയുന്നില്ല, മതങ്ങളെയും ആചാരങ്ങളെയും ഒരിക്കലും കുറ്റം പറയുന്നതല്ല. ഒരാളുടെ ഈ കോപ്രായം, അയാൾ കാഴ്ചവെക്കുന്ന കോപ്രായമായെന്ന് മനസ്സിലായി കഴിയുമ്പോൾ അയാളെ വിമർശിക്കാതിരിക്കാൻ വയ്യ. അയാൾ ചെയ്യുന്ന പ്രവൃത്തി വെറും കാട്ടിക്കൂട്ടലാണ്. ഇത്രയും നാൾ ഒരു കാട്ടിക്കൂട്ടലാണ് അദ്ദേഹം ചെയ്തത്. കാട്ടിക്കൂട്ടൽ എല്ലാവർക്കും അറിയാമല്ലോ, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി. ഒരു സിനിമാ ജീവിതം പോലെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. ഓരോരോ വ്യക്തികളാണ്. ഒരു പച്ചയായ മനുഷ്യനെ സിനിമയെ കാണുന്ന അതേ ഭാവത്തോടെ പുള്ളി, ഞാനൊരു പച്ചയായ മനുഷ്യനാണ്, ഞാൻ ഇത്രയും വിനയമുള്ളവനാണ്, ഞാൻ ഇത്ര വിനയാനിതനാണെന്ന് കാണിക്കാൻ വേണ്ടി ആളുകളുടെ മുമ്പിൽ മെഴുകുകയാണ്. അതുപോലെ തന്നെ ഈയിടയ്ക്ക് അദ്ദേഹത്തെക്കുറിച്ച് പല വിവാദങ്ങളുണ്ടായി. തമിഴ്നാട്ടിൽ മറ്റൊരു വിവാദം വളരെ വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്നു.
തമിഴ് സ്ത്രീകളെക്കുറിച്ചും ജോലിക്കാരെക്കുറിച്ചും പറഞ്ഞ ഒരു വിവാദം നിങ്ങൾ യൂട്യൂബിലേക്ക് അടിച്ചു നോക്കിയാൽ കട്ടും. അതുപോലെ ശാലു പെയ്യാട് എന്ന് പറയുന്ന ഒരു സിനിമാട്ടോഗ്രാഫർ അല്ലെങ്കിൽ സിനിമയിലെ ഫോട്ടോഗ്രാഫർ. ശാലു പെയ്യാട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ശാലു പെയ്യാടിനെ കുറിച്ച് നിങ്ങൾക്കറിയായിരിക്കും. അദ്ദേഹത്തെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്ന, ഒരുപാട് ചാരിറ്റിയൊക്കെ ഇപ്പോൾ ചെയ്യുന്ന ഒരു ശാലു പെയ്യാടിൻ്റെ മുഖം വേണമെങ്കിൽ ഞാൻ ഇവിടെ കൊടുക്കാം. അപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, അദ്ദേഹത്തിൻ്റെ ഈ ജയറാമിൻ്റെ കൂടെയുള്ള ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ്, ആ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ കല്യാണമായപ്പോൾ ഇദ്ദേഹം ക്ഷണിച്ചു വന്നപ്പോൾ ഇദ്ദേഹത്തിന് ഒത്തിരി വർഷങ്ങളായിട്ട് കൂടെയുള്ളൊരു വ്യക്തിയാണ്. ആ വ്യക്തി കൂടെ ജോലി ചെയ്ത ഒരാളുടെ കല്യാണത്തിന് വരുമ്പോൾ അദ്ദേഹം കൊടുത്ത തുക എന്ന് പറയുന്നത് സാധാരണക്കാരനേക്കാളും താഴെയുള്ളവർ കൊടുക്കുന്ന പൈസ. 10,000 രൂപയാണ് ഇദ്ദേഹം ഇത്ര വർഷം ജോലി ചെയ്ത ഒരാൾക്ക് കൊടുത്ത പൈസ എന്ന് പറയുന്നത് സമ്മാനമായിട്ട്. എന്നിട്ട് ഇവരത് നാണക്കേടല്ലേ, ജയറാമിനെ പോലെ ഒരാൾ വന്ന് പൈസയ്ക്ക് 10,000 രൂപ കൊടുത്തെന്ന് പറയുമ്പോൾ ജയറാമിന് നാണക്കേടാതിരിക്കാൻ വേണ്ടി 25,000 രൂപ എന്ന് എഴുതിയെന്നാണ് ശാലു പെയ്യാട് പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഇതാണ്, വിവാദത്തിൻ്റെ പുത്രൻ അല്ലേ. 2 തരത്തിലാണ്. ശബരിമല എന്ന് പറയുന്ന കേരളത്തിലെ വിഷയം, ദീപാവലി എന്ന് പറയുന്നത് തമിഴ്നാടിൻ്റെ വിഷയം. 2 ആചാരങ്ങൾ തമ്മിലുള്ള, എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ സിനിമയുടെ മാർക്കറ്റിംഗ് തന്നെയാണ്, വേറൊന്നുമില്ല. അദ്ദേഹം ആ ഇൻ്റർവ്യൂവിൽ അങ്ങ് മെഴുകിയിരിക്കുകയാണ്, വിനയം കൊണ്ടങ്ങ് മെഴുകുകയാണ്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ എന്നെ ക്രൂശിക്കാനോ വിമർശിക്കാനോ വന്നിട്ട് യാതൊരു കാര്യമില്ല. ഈ ജയറാം എന്ന് പറയുന്ന വ്യക്തി ഒരു അടുത്ത കാലത്ത് ഒരു ഉത്സവത്തിന് ചെണ്ട കൊട്ടാൻ പോയപ്പോൾ ആ ചെണ്ട കൊട്ടുന്ന സ്ഥലത്ത് ഒരു സ്ത്രീ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നു. ആ സ്ത്രീ വന്നപ്പോഴത്തേക്കും ആ സ്ത്രീയുടെ കൂടെ നിന്ന് പുള്ളി ഫോട്ടോ എടുക്കുകയും സ്ത്രീ ആശ്ലേഷിച്ചപ്പോൾ ജയറാമും ആശ്ലേഷിച്ചു. അതേസമയം ഈ സെക്യൂരിറ്റിയുടെ ഇടയ്ക്ക് നിൽക്കുന്ന ജയറാമും അതേസമയം ഒരു പുരുഷാരവത്തിൽ നിന്ന് ഒരാൾ കടന്നു വരുന്നു. അങ്ങനെ അമ്പലത്തിൽ തൊഴാൻ വന്ന ആ സ്ത്രീ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് ഫോട്ടോ എടുക്കുകയും അതിന് സെക്യൂരിറ്റിക്കാർ സമ്മതിക്കുകയും അങ്ങനെ ഇദ്ദേഹവും സമ്മതിച്ചു. ആ പെൺകുട്ടി വന്ന് അടുത്ത് നിന്ന് അദ്ദേഹത്തെ ആശ്ലേഷിച്ച്, അങ്ങനെയല്ല പറയുക, കെട്ടിപ്പുണർന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് നിന്ന വേറൊരു ജയറാമിൻ്റെ ആരാധകൻ വന്നു. ആ ജയറാമിൻ്റെ ആരാധകനെ കണ്ടപ്പോൾ തന്നെ അയാളുടെ മുഖം കാണണം, വല്ലാത്തൊരു പുച്ഛഭാവത്തോടെ അദ്ദേഹത്തെ സെക്യൂരിറ്റിയെ കൊണ്ട് അയാൾ പറഞ്ഞു വിടുന്ന ഒരു കാഴ്ച. സെക്യൂരിറ്റി പിടിച്ചു മാറ്റി അദ്ദേഹത്തെ. വേണമെങ്കിൽ ജയറാമിന് പറയായിരുന്നു എൻ്റെ കൂടത്തിൽ വന്നൊരു ഫോട്ടോ എടുത്തോളാന്ന്, പക്ഷേ ഒന്നും ചെയ്തില്ല. അങ്ങനെ ഒരു കപടമുഖം എന്ന് പറയുമ്പോൾ നിങ്ങൾ ജയറാമിൻ്റെ ഓരോ ഇൻ്റർവ്യൂവും അല്ലെങ്കിൽ ടി വി മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഓവർ വിനയത്തെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ വിശ്വാസങ്ങളെയോ അദ്ദേഹത്തിൻ്റെ മറ്റ് സംഭവങ്ങളെക്കുറിച്ചൊന്നും പറയുന്നില്ല. എനിക്ക് പെട്ടെന്ന് ചുമ വന്നുകൊണ്ടാണ് ചുമച്ചത്. അപ്പം ഇതാണ് ജയറാം എന്ന് പറയുന്ന ആ ഒരു 36 വർഷമായിട്ട് സിനിമയിലുള്ള ഒരു സിനിമാ നടൻ. ആ സിനിമാ നടനെക്കുറിച്ച് നല്ല രീതിയിൽ നമ്മൾ ഒക്കെ കരുതിയിരിക്കുന്നത് അല്ലേ, കുടുംബ പ്രേക്ഷകരായിട്ടുള്ള നമ്മൾ കൂടുതലും കുടുംബ ചിത്രങ്ങളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അതാണ് കൂടുതലും വിജയിച്ചിട്ടുള്ളത്. ഒരു കാലഘട്ടം മുഴുവൻ ജയറാമിൻ്റെ കൂടെയായിരുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, ജയറാമിൻ്റെ പഴയ ഒരു വീഡിയോ നമുക്ക് കണ്ടിട്ട് വരാം. ഇവിടെ ഞാൻ പ്ലേ ചെയ്യാണ്. ജയറാമിൻ്റെ 1987 കാലഘട്ടത്തിലൊക്കെ ജയറാം സിനിമയിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ അദ്ദേഹം സംസാരിക്കുന്ന ഒരു ദൃശ്യം നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഇത് മുമ്പ് ഏതെങ്കിലും പടത്തിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടോ? അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ അതിസുന്ദരനായിരുന്നു കേട്ടോ പുള്ളി. ആ കാലഘട്ടത്തിലും സൗന്ദര്യം വളരെ വന്യമായ സൗന്ദര്യം. അന്നത്തെ കാലഘട്ടത്തിൽ പോലും വലിയൊരു സൗന്ദര്യം ഉള്ളൊരു നടനായിരുന്നു ജയറാം. അതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഞാൻ വിമർശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ കാട്ടിക്കൂട്ടൽ മാത്രമാണ്. സിനിമയല്ല, കഥയല്ല ജീവിതം എന്ന് പറഞ്ഞൊരു അമൃത ടി വിയിൽ ഒരു പരിപാടിയുണ്ട്. എന്ന് പറഞ്ഞാൽ കഥയല്ല ജീവിതം എന്ന് എനിക്ക് ജയറാമിനോട് പറയാനുള്ളൂ. ഞാൻ ആരാണ് ഇത് പറയാന്ന് പറഞ്ഞാൽ, നമ്മൾ വിമർശനങ്ങളെ ഉൾക്കൊള്ളാൻ പഠിക്കണം അല്ലേ. നമ്മൾ സിനിമയാണ് ജീവിതം എന്ന് ഒരിക്കലും കാണരുത്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരായാലും സിനിമയല്ല ജീവിതത്തിനപ്പുറത്ത് ഇവരൊക്കെ വലിയ കാട്ടിക്കൂട്ടലിൻ്റെ ആളുകളാണ്. ഇപ്പോൾ ശ്രീനിവാസൻ എന്ന് പറയുന്ന കഥാപാത്രം അല്ലെങ്കിൽ ശ്രീനിവാസൻ എന്ന് പറഞ്ഞ സിനിമാ നടൻ അല്ലെങ്കിൽ ഒരു ഡയറക്ടർ, ആ ശ്രീനിവാസൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അന്ന് ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ വരാത്തതിനെ ചൊല്ലി
ഒരുപാട് വിവാദങ്ങളുണ്ടായിരുന്നു. വിവാദങ്ങളുടെ ഒരു താരപത്രം എന്ന് വേണമെങ്കിൽ പറയാം. ഇദ്ദേഹത്തിൻ്റെ മക്കള് സിനിമാ മേഖലയിലേക്ക് കടന്നു വന്നെങ്കിൽ പോലും വലിയ രീതിയിൽ ഒരു വിജയം കൈവരിക്കാനൊന്നും സാധിച്ചില്ല. അപ്പോൾ ഇദ്ദേഹത്തിന് തന്നെ വർഷത്തിൽ 1 പടമോ 2 പടമോ 3 പടമോ ഒക്കെ സിനിമയുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ വിവാദമുണ്ടെങ്കിൽ മാത്രമേ, വിവാദമുണ്ടാക്കിയെങ്കിൽ മാത്രമേ സിനിമ ആളുകൾ കാണുകയുള്ളൂ എന്ന് മനസ്സിലായി. കാരണം സുരേഷ് ഗോപിയുടെ പോലെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു കലാകാരനായിട്ട് ജയറാം മാറുകയാണ്. ജയറാമിൻ്റെ ഈ പൊള്ളത്തരം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ജയറാമിൻ്റെ അഭിനയവും സിനിമയൊക്കെ ചെറുപ്പം പോലെ കണ്ട് വളർന്നു വന്ന ആളാണ് ഞാൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ വ്യത്യാസം, സ്വഭാവത്തിലുള്ള വ്യത്യാസം കണ്ടപ്പോൾ പറയാതിരിക്കാൻ കഴിഞ്ഞില്ല. കാരണം അദ്ദേഹം കാട്ടിക്കൂട്ടുന്ന ആ കാട്ടിക്കൂട്ടലുകൾ അത് തിരുത്തിയാൽ അദ്ദേഹത്തിന് നല്ലതാണ്. ഒരുപാട് പേര് വെറുക്കുന്നതിനേക്കാൾ നല്ലത് ഒരാളുടെ നല്ലത് പറയിപ്പിക്കുന്നതല്ലേ. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഇദ്ദേഹത്തിന് സംഭവിച്ചു പോയ വിവാദങ്ങളുടെ സത്യാവസ്ഥ പുറത്തു കൊണ്ടതാണ്. എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായി കാണും. കാരണം പുള്ളി തന്നെ പറഞ്ഞ 2 വ്യത്യസ്തമായ അവസ്ഥകളാണ് ഇതിനകത്തൂടെ പ്രതിപാദിക്കുന്നത്. ഒന്ന് ഇൻ്റർവ്യൂവിൽ ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് തമിഴ്നാട്ടിൽ നടന്ന ഇൻ്റർവ്യൂ, അത് ഞാൻ ഇതിൽ കാണിക്കാം. ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞത് വളരെ ഫേമസ് ആയിട്ടുള്ള, കോടികൾ നേടിയിട്ടുള്ള 2020 സിനിമയിൽ പോസ്റ്ററിൽ അദ്ദേഹത്തിൻ്റെ പേരില്ല. എന്താണ് അദ്ദേഹം ഇല്ലാതിരുന്നത് എന്നാണ് ചോദിച്ചത് ആ ഇൻ്റർവ്യൂവിൽ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത്, ഡയറക്ടറോട് പറഞ്ഞു പോലും ദീപാവലി ആയതുകൊണ്ടന്ന് വരാൻ പറ്റില്ല എന്ന്. അവിടെ ആ വിശ്വാസത കയറി പിടിച്ചു. സെയിം കാര്യം തന്നെ വർഷങ്ങൾക്കപ്പുറം, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഈ 2020 ഇറങ്ങിയ സമയത്ത് ജയറാമിനോട് ഇതുപോലെ അന്നത്തെ മാധ്യമപ്രവർത്തകർ, ഇതെന്നാണ് ഇത്രയും മാധ്യമങ്ങളുണ്ടായിരുന്നു, അന്നത്തെ മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ ശബരിമലയ്ക്ക് പോയെന്നാണ്. എങ്ങനെയാണ് ഒരാൾക്ക് ഇങ്ങനെ മാറാൻ സാധിക്കുന്നത് അല്ലേ? ഒരാൾക്ക് എങ്ങനെയാണ് ഇത്തരം അമിതമായിട്ടുള്ള ഒരു തെറ്റ് സംഭവിക്കുക? അതുപോലെ അമിത വിനയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, തൂറി മെഴുകി കളയുന്ന അഭിനയമാണ് പുള്ളിയുടെ ഭാവാഭിനയമാണ് മുഖത്തോടെ വരുന്നത്. നമ്മൾ സിനിമയും സിനിമക്കാരും കുറ്റപ്പെടുത്താൻ വേണ്ടി ഇറങ്ങി തിരിച്ചു വന്നല്ല. സത്യസത്യമായി തന്നെ പറയണം, ഇങ്ങനെ ഒരു വിവാദമുണ്ടാക്കേണ്ട യാതൊരു കാര്യവും ഇല്ല. ഇത് ജയറാമിൻ്റെ കയ്യിൽ നിന്ന് പറ്റുന്ന ചെറിയ തെറ്റാണ്. അപ്പം ഒരിക്കലും അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ വ്യക്തമായ കാര്യങ്ങൾ പറയണം. അല്ല, ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്, സൂക്ഷിച്ച് വെച്ചേക്കുന്ന, റെക്കോർഡ് ചെയ്ത് വെച്ചേക്കുന്ന പഴയ വിഷ്വൽസൊക്കെ ഒരുപാടുണ്ട്. അപ്പം ജയറാമിൻ്റെ പുതിയ പടം ഈ അടുത്തിടയ്ക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതിൽ സുരാജ് വെഞ്ഞാറുമൂട്, ഞാനൊരു പടം കണ്ടു. സുരാജ് വെഞ്ഞാറുമൂട് പോലീസ് കഥാപാത്രമായി, ജയറാം ഒരു ബാങ്ക് മാനേജറായിട്ട് വരുന്ന ആ ഒരു കഥാപാത്രം, പുതിയൊരു സിനിമയാണ് അത്. അതിലെ അഭിനയം ജയറാമിനേക്കാൾ 100 മടങ്ങ് അഭിനയമാണ് സുരാജ് വെഞ്ഞാറമൂട് എന്ന് പറയുന്ന ആ വ്യക്തി അഭിനയിച്ചേക്കും. ഒരുപക്ഷെ ധനുഷ് എന്ന കഥാപാത്രത്തെ പോലും പിന്തള്ളിക്കൊണ്ട്, ധനുഷ് എന്ന് പറഞ്ഞ ആ കഥാപാത്രത്തെ പോലും സൈഡാക്കിക്കൊണ്ടാണ് സുരാജിൻ്റെ ആ പെർഫോമൻസ്. അപ്പോൾ ഒത്തിരി അതുല്യ കലാകാരന്മാർ വളർന്നു വന്ന ആ മലയാള സിനിമയിൽ അമിത വിനയം കാഴ്ചവെക്കുന്ന ഇവരെ പോലുള്ള ആളുകളുടെ മുഖം പുറത്തു കൊണ്ടുവന്നേ ഉള്ളൂ. മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.